ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അടിപൊളി റെസിപ്പിൻ്റെ വീഡിയോ ആണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. മാഷ്മെല്ലോൻ്റെ റെസിപ്പിയാണ്. ഇത് വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് ജലാറ്റിനാണ്. ഞാനിപ്പോൾ എടുത്ത ജലാറ്റിന് ഹലാൽ സർട്ടിഫൈഡ് ജലാറ്റിനാണ്. അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിക്കുക. ജലാറ്റിന് ഒരു 20 ഗ്രാം അളവിലാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 20 ഗ്രാം. അപ്പോൾ ഞാൻ ജലാറ്റിൻ അവിടെ എടുത്തു വെച്ചിന് ഒരു ബൗളും എടുത്തു വെച്ചിന്. ഇതിലേക്ക് അരക്കപ്പളവിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഏകദേശം 125 ml കപ്പിലാണ് ഈ വെള്ളം എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചൂടായ ശേഷം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ 20 ഗ്രാം അളവിൽ ജലാറ്റിനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ജലാറ്റിന് വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴേക്കും ജലാറ്റിന് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളൂ വെള്ളത്തിലേക്ക്. ഇനി ഈ സമയം തന്നെ നമ്മൾ മാഷ്മെല്ലോ സെറ്റാക്കുന്ന പാത്രത്തിൽ വളരെ കുറച്ച് അളവിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ഓയിൽ സ്പ്രെഡ് ചെയ്യരുത്. അപ്പം ഓയിലിൻ്റെ ടേസ്റ്റ് വരും. അതുകൊണ്ട് ചെറിയൊരളവിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് അളവിൽ 250 ml കപ്പിൽ ആ ഒരു കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നാൽ മാത്രം പോരാ, 2 നൂൽ പരുവാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ 2 നൂൽ പരുവായിട്ടാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് പഞ്ചസാരൻ്റെ സിറപ്പ് വേണ്ടത്. ഇപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 1 നൂൽ പരുവായിട്ട് കിട്ടീനെ. ഇനി കുറച്ചും കൂടി ഒന്ന് തിളക്കട്ടെ. ഇതെങ്ങനെ ചെക്കാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ ബൗളിൽ തണുത്ത വെള്ളം എടുക്കുക. തണുത്ത വെള്ളം ഇല്ലെങ്കിൽ നോർമൽ വെള്ളം എടുക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഉറ്റിച്ചെടുക്കുക. അപ്പം നമ്മൾ കയ്യിൽ ഇതേപോലെ എടുക്കാൻ പറ്റണം. ആ പഞ്ചസാര അലിയാണ്ട് ഇതേപോലെ ഒന്ന് എടുക്കാൻ പറ്റണം. എന്നാൽ കൂടുതൽ കട്ടിയാവാനും പാടില്ല. ഇതേപോലെ കയ്യിൽ എടുക്കാൻ കിട്ടിയാൽ മതി. ഇതാണ് 2 നൂൽ പരുവം. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആ കയ്യിൽ എടുക്കാൻ പറ്റുന്ന ആ പരുവം 2 നൂൽ പരുവം ആയിക്കഴിഞ്ഞാൽ നമ്മൾ മിക്സാക്കി വെച്ച് ജലാറ്റിൻ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴും നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ പത വന്നു പോകും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ജലാറ്റിനും പഞ്ചസാരയും എല്ലാം കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കിട്ടിയാൽ മതി. ഒരു 15 സെക്കൻഡ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ജലാറ്റിനും പഞ്ചസാരയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കിട്ടിയ പാടന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതലിട്ട് തിളപ്പിക്കൊന്നും വേണ്ട. പഞ്ചസാരയും ജലാറ്റിനും ഒന്ന് മിക്സ് ആയിട്ട് കമ്പൈൻ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ജലാറ്റിനും പഞ്ചസാരയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കിട്ടീനി. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂട് മാറാൻ വേണ്ടി നിൽക്കരുത്. ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കൊരു ബൗളിലേക്ക് ചേർത്തിട്ട് ഇലക്ട്രിക് ബീറ്ററോടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇത് രണ്ടും യോജിപ്പിച്ച് തന്നെ സ്പാച്ചുലയിൽ നമ്മൾ പഞ്ചസാരയും ജലാറ്റിനും കൂടിയിട്ടുള്ള മിക്സ് നല്ല ഒട്ടിയിട്ടിങ്ങനെ വലിഞ്ഞ് നിൽക്കും. നിങ്ങൾ കാണുന്നില്ലേ? ഇതേപോലെ ഉണ്ടാവുക. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. വിസ്കോട് അടിച്ചെടുക്കാൻ കുറച്ച് പണിയായിരിക്കും. ബീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ആദ്യം ലോ സ്പീഡിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം സ്പീഡ് കൂട്ടി നല്ല ഹൈയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കുക. ഇതേപോലെ വൈറ്റ് കളറായിട്ട് നല്ല റിബൺ പോലെ വരും. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം വാനില എസെൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസെൻസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. വാനില എസെൻസ് ഇട്ടാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഒറ്റ കളറിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് മതിയെങ്കിൽ ഇതിങ്ങനെ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കളറാണ് വേണ്ടെങ്കിൽ ആ ടൈം തന്നെ കുറച്ച് കളറ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടിച്ചെടുത്ത ശേഷം വേഗം തന്നെ സെറ്റാകുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അടിച്ച പാടെ തന്നെ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി കട്ടിയായിട്ട് മാറും. നിങ്ങൾക്ക് ഒറ്റ കളറായിട്ട് വരണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആ ബീറ്റ് ചെയ്യുന്ന സമയം കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് അപ്പം തന്നെ ബീറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പം കുറച്ച് കളറ് മേൽഭാഗത്താക്കിയിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ ചെയ്യുന്നതാണ്. ഞാൻ 2 കളർ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തുള്ളിയായിട്ട് ഒട്ടിച്ചെടുത്ത ശേഷം കത്തി വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. നല്ലോണം സെറ്റായിട്ട് കിട്ടണം. ഒരു 4-5 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കിയിട്ട് തണുപ്പിച്ചിട്ടെടുക്കുക. നിങ്ങൾക്കിത് 2 കളറായിട്ടാണ് ചെയ്യണമെങ്കിൽ ആദ്യം വൈറ്റ് പോർഷൻ ഒഴിച്ച ശേഷം കളർ മിക്സ് ആക്കിയത് സെക്കൻഡായിട്ട് ഒഴിച്ചെടുക്കുക. ഇതൊക്കെ സ്പീഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അവിടുന്ന് സെറ്റായി പോവും. ഇത് ഞാൻ 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുത്ത മാഷ്മെല്ലോ ആണ്. ഇനി ഇത് ഇങ്ങനെ തന്നെ പുറത്തെടുക്കരുത്, കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ആ പഞ്ചസാര പൗഡർ
ഈ മാഷ്മെല്ലോൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തട്ടിക്കൊടുക്കുക. പഞ്ചസാര പൗഡർ ഇട്ടിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനെല്ലാം പറ്റും. ഇനി ഇതൊന്ന് ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കുക. സൈഡ് ഭാഗം ഒന്ന് കത്തി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ആ കത്തിയിലും കുറച്ച് പഞ്ചസാര പൗഡർ ആക്കി കൊടുക്കുക, എന്നാൽ കത്തിയിൽ ഒട്ടിപ്പിടിക്കില്ല മാഷ്മെല്ലോ. എന്നിട്ട് സൈഡ് ബാഗെല്ലാം ഒന്ന് വിടിയിപ്പിച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് തട്ടിക്കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് വിട്ടു. ഇനി നമ്മൾ തട്ടിയ ആ അടിഭാഗത്തും കൂടി കുറച്ച് പഞ്ചസാര പൗഡർ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും പഞ്ചസാര പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾ മാഷ്മെല്ലോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ മാഷ്മെല്ലോൻ്റെ ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വാനില എസെൻസ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ബീറ്റ് ചെയ്യുന്ന ടൈം നിങ്ങൾ ഫൈനലായിട്ട് വാനില എസെൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ല വാനില ഫ്ലേവർ കിട്ടും. ഇനി ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത ഭാഗത്തെല്ലാം നമുക്ക് ഈ പഞ്ചസാര പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചിട്ട് എടുത്താൽ തന്നെ ഇതിന് എല്ലാ ഭാഗത്തേക്കും ഇടേണ്ട ക്വാണ്ടിറ്റിക്ക് പഞ്ചസാര ഉണ്ടാവും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാഷ്മെല്ലാം ഈ പഞ്ചസാരയെല്ലാം ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് നോക്കി നിങ്ങൾ, നല്ല അടിപൊളി മാഷ്മെല്ലോ ആണ്. 2 ഇൻഗ്രീഡിയൻസ്, ജലാറ്റിനും പഞ്ചസാരയും. പിന്നെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെള്ളമാണ്. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവർ വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. വാനില ചേർത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതും. അപ്പം നല്ല സ്പോഞ്ചി റബ്ബറി മാഷ്മെല്ലോ ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കാൻ കഴിയുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ മാഷ്മെല്ലോ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.